ഹലോ എവരിവൺ. ഇപ്പം നല്ല ചക്കൻ്റെയും മാങ്ങൻ്റെല്ലാം സീസണല്ലേ, അതുകൊണ്ട് തന്നെ നല്ല ഈച്ചശല്യം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഏറ്റവും ചെറിയ ടിപ്പാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ വേറൊരു അടിപൊളി ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണേ. ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക. ഇതുപോലത്തെ തന്നെ വേണമെന്നില്ല, എന്തായാലും മതി, ഒരു കുപ്പി ആയാലും മതി. ഇതുപോലത്തെ ഉള്ളവർ ഇങ്ങനത്തെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ആകെ ഒരു 3 സാധനമേ ഇതിനാവശ്യമുള്ളൂ. ഫസ്റ്റ് തന്നെ വിനീഗർ ഒഴിക്കുക. വിനീഗർ വെച്ചാൽ എന്തായാലും കുഴപ്പമില്ല, ആപ്പിളിൻ്റെ വിനീഗർ ആയിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ഇതാ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഇതാ ഒഴിക്കുന്നത്. കുറച്ച് വയ്ക്കുക. ഈ 3 സാധനം എടുക്കുന്നത് 3 ഒരേ അളവിലായിരിക്കണം. ആദ്യം കുറച്ച് വിനീഗർ ഒഴിക്കുക, കുറച്ചും കൂടി ശരിക്കും ഒഴിക്കുക. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് മാത്രമേ ഇപ്പോൾ ഒഴിക്കുന്നത്. എന്നിട്ട് അടുത്തതായിട്ട് ലെമൺ എടുക്കുക. ലെമണിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അപ്പോൾ ലെമൺ കട്ട് ചെയ്തിട്ട് ഒരു ജ്യൂസ് ബൗളിലേക്ക് ആക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിപ്പോൾ എല്ലാ വീട്ടിലുള്ള പ്രശ്നം തന്നെയാണ് ഈ ഈച്ചിൻ്റെ ശല്യം അല്ലേ. അതുകൊണ്ട് എല്ലാവരും മെയിനായിട്ട് നോക്കുന്നതും ഇതെങ്ങനെ മാറ്റാം എന്ന രീതിയിലായിരിക്കും. എന്നിട്ട് ആ ലെമണിൻ്റെ നീര് ഒരു ബൗളിലേക്ക് മാറ്റുക. എത്രയാണോ വിനീഗർ എടുത്തിന് അത്ര തന്നെ അളവിലായിരിക്കണോ ആ ലെമണിൻ്റെ നീരും എടുക്കുന്നത്. ഇങ്ങനെ ബൗളിൽ നീരെടുത്തുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ മറിയാണ്ട് ഇങ്ങനെ നേർക്ക് ഒഴിക്കാൻ കഴിയും. അപ്പോൾ ആ സെയിം അളവിൽ തന്നെ ലെമണിൻ്റെ നീര് ഒഴിക്കുക. അടുത്തതായിട്ട് വേണ്ടത് സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടി ഇല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ആയാലും മതി. ഞാനിപ്പോൾ സോപ്പ് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് ആ സോപ്പ് പൊടിയോ ആ രണ്ടും എടുത്ത അളവിൽ തന്നെ ബോട്ടിലേക്ക് ഇടുക. നിങ്ങളിതുപോലെ ആക്കുമ്പോൾ ശരിക്കും ആ ബോട്ടിലിന് അനുസരിച്ച് തന്നെ ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ സാധനങ്ങൾ കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് മാത്രം ഇതിലാക്കുന്നത്. എന്നിട്ട് ഇത് നല്ല ടൈറ്റിൽ മൂടുക. എന്നിട്ട് ഈ 3 സാധനം കൂടിയിട്ട് നല്ലോണം മിക്സാകുന്ന വിധത്തിൽ നല്ലോണം ഷേക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ബോട്ടിലെടുത്തതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുക. സാധാരണ കുപ്പിയോ അതൊന്നും എടുത്താൽ നമുക്കിങ്ങനെ കഴിയില്ല. അപ്പോൾ എവിടെയൊക്കെയാണോ ഈച്ച വരുന്നത് നിൽക്കുന്നതും ഗ്യാസിൻ്റെ അവിടെ ആയാലും എല്ലായിടത്തും എന്തായാലും ഈച്ച ശല്യം ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഇതുപോലെ നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണേ, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി വേറൊരു ടിപ്സും കൂടി ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, എല്ലാവരും വീട്ടിലും ഇപ്പോൾ അലൂമിനിയം ഫോയിൽ ഉണ്ടാവില്ലേ, യൂസ് ചെയ്തതും ചെയ്യാത്തതും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനെ കൊണ്ടുള്ളൊരു ചെറിയ ടിപ്സായത്, അലൂമിനിയം ഫോയിൽ ഇതെങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. യൂസ് ചെയ്തതായാലും കുഴപ്പമില്ലേ. എന്നിട്ട് നല്ല ചൂട് വെള്ളത്തിലേക്ക് ഈ അലൂമിനിയം ഫോയിൽ കട്ട് ചെയ്തിട്ടിടുക. ചൂടുവെള്ളത്തിലേക്ക് ഉപ്പും കൂടി ഇടണേ. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. കുറച്ച് ഉപ്പും കൂടി ചേർക്കണം ചൂടുവെള്ളത്തിൽ. എന്നിട്ട് ഇങ്ങനെ അലൂമിനിയം ഫോയിൽ ചെറുതായിട്ട് മുറിച്ചിടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്പൂണുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊരു 10 മിനിറ്റ് ആ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. വെള്ളത്തിൽ ഉപ്പും കൂടി ചേർക്കുക എന്തായാലും മറക്കല്ലേ. എന്നിട്ട് അത് ഒരു 10 മിനിറ്റ് നേരം ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സ്പൂണെല്ലാം എടുത്ത് നോക്കുമ്പോഴോ നല്ലൊരു ക്ലീൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും, നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. നിങ്ങളും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ എന്തായാലും നല്ല വ്യത്യാസം നിങ്ങൾക്കും കാണാൻ കഴിയും. ഇനി അടുത്തത് ആ സെയിം അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കത്തിയൊക്കെ മുറിച്ചാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഈ അലൂമിനിയം ഫോയിലാണ്. അപ്പോൾ ചെറിയൊരു അലൂമിനിയം ഫോയിൽ എടുത്ത് ആ കത്തി മുറിച്ചാക്കുന്ന ആ ഭാഗത്ത് നല്ലോണം ഇതുപോലെ ചെയ്ത് നോക്കിയേ. ആ കത്തിയായാലും കത്രികയായാലും എല്ലാം നല്ല മൂർച്ചയായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ പറഞ്ഞ പോലെ ചെയ്തിട്ട് എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.